മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓഗസ്റ്റ് 4 വിശുദ്ധ ജോൺ മരിയ വിയാനി, ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥൻ. ഫ്രാൻസിലെ ലിയോൺസിന് സമീപമുള്ള ഡാഡിലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയയുടെയും 6 മക്കളിൽ 4ാമത്തെ മകനായി 1786 മെയ് 8-ാം തീയതിയാണ് ജോൺ ജനിച്ചതും മാമോദീസ സ്വീകരിച്ചതും. 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദിവസം വിയാനിയെ കാണാതായി. കുഞ്ഞിനെ എല്ലായിടത്തും തിരഞ്ഞു. അവസാനം തൊഴുത്തിന്റെ ഒരു മൂലയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. ദേവമാതാവിന്റെ സ്വരൂപം മാറോട് ചേർത്തുകൊണ്ട് അമ്മയുടെ മടിത്തട്ടിലിരുന്ന് പഠിച്ചെടുത്ത ജപമാല ചൊല്ലുകയായിരുന്നു വിയാനി. 7-ാം വയസ്സിൽ ആടുമാടുകളെ മേയ്ക്കുന്ന ജോലിയിൽ വ്യാപൃതനായ ജോൺ കൂടെ ആടുമേയ്ക്കുന്ന ഇടയച്ചെറുക്കന്മാരെ പുൽത്തകിടിയിലിരുത്തി അമ്മയിൽ നിന്ന് പഠിച്ചവ അവരെ പഠിപ്പിക്കുമായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഭാവിയിൽ ഏത് ജീവിതമാർഗം അവലംബിക്കണമെന്ന് ജോൺ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. ഫ്രഞ്ച് വിപ്ലവം കാരണം വിയാനിക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു. വിപ്ലവത്തിലൂടെ സന്യാസ ഭവനങ്ങൾ നഷ്ടപ്പെട്ട 2 കന്യാസ്ത്രീകളിൽ നിന്നും സ്വകാര്യമായി ആദ്യ കുർബാനയുടെ പാഠങ്ങൾ പഠിച്ചെടുത്ത ജോൺ 13ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചു. വിശ്വാസത്തിനായി ജീവൻ പണയപ്പെടുത്തിയ കന്യാസ്ത്രീകളുടെയും പുരോഹിതരുടെയും ധൈര്യം വിയാനിയിൽ സമർപ്പണ ജീവിതം സ്വീകരിക്കുവാനുള്ള പ്രചോദനമായി. 16ാമത്തെ വയസ്സിൽ തന്റെ സ്വപ്നം അമ്മയെ അറിയിച്ചു. എനിക്കൊരു വൈദികനാകണം. അങ്ങനെ അനേകം ആത്മാക്കളെ ദൈവത്തിന്റെ അടുക്കലെത്തിക്കുവാൻ ഞാൻ പരിശ്രമിക്കും. 20ാം വയസ്സിൽ സെമിനാരിയിൽ ചേർന്ന ജോണിന് വൈദികനാകാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം ഒരു വശത്ത്, എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ലത്തീൻ ഭാഷയിൽ പ്രാർത്ഥനകൾ പഠിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ഭഗ്നാശനാകാതെ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവെ, ഈ ബുദ്ധിഹീനനെ പഠിപ്പിക്കണമേ എന്നുരുവിട്ടുകൊണ്ടിരുന്നു. പഠനം പൂർത്തിയായപ്പോൾ പണ്ഡിതന്മാരായ വൈദികർ ഇങ്ങനെ വിധി എഴുതി: മറ്റേതെങ്കിലും രൂപതയിലെ മെത്രാന് ഈ ചെറുപ്പക്കാരന് പട്ടം കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അവിടെ പോയി കൊള്ളട്ടെ. എന്നാൽ പണ്ഡിതന്മാരെക്കാൾ ഭക്തരായ വൈദികരെയാണ് സഭയ്ക്ക് ആവശ്യമെന്ന് വിശ്വസിച്ച ലിയോൺസ് രൂപതാ മെത്രാൻ മരിയ ഭക്തിയിൽ ഒന്നാമനായ ജോൺ വിയാനിയെ 1815 ഓഗസ്റ്റ് 12-ാം തീയതി വൈദികനായി അഭിഷേകം ചെയ്തു. 1818 ആർസ് എന്ന ഗ്രാമത്തിലെ ഇടവക പള്ളിയിലേക്ക് നിയമിച്ചുകൊണ്ട് രൂപതാ അധ്യക്ഷൻ പറഞ്ഞു: ദൈവസ്നേഹം മങ്ങിയ ഒരു നാടാണ് ആർസ്. സ്നേഹിത, അതവിടെ കുറച്ചെങ്കിലും കൊടുക്കൂ. അവിടെ എത്തുന്നതിന് വഴിയറിയുവാൻ വിയാനി അച്ഛന് ഒരു ഇടയ ചെറുക്കന്റെ സഹായം ആവശ്യമായി വന്നു. അച്ഛൻ പറഞ്ഞു: പ്രിയ സ്നേഹിത, നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു തരൂ. സ്വർഗത്തിലേക്കുള്ള വഴി നിനക്ക് ഞാൻ കാണിച്ചു തരാം. ആർസിലെത്തിയ ജോൺ വിയാനി കണ്ടത് സാമ്പത്തികമായും ധാർമ്മികമായും ക്ഷയിച്ച് നരകതുല്യമായ ജീവിതം നയിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ്. ലോകത്തിൽ ജീവിക്കുന്ന എന്തിനെന്നു പോലും അറിവില്ലാത്ത അനേകം ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആർസിലെ ജനങ്ങൾ വിശുദ്ധ ദിനത്തോട് കാണിച്ചിരുന്ന അനാദരവ് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. കുടിച്ച് മത്തരായി ഉല്ലാസത്തിലും ആഹ്ലാദത്തിലും മുതിർന്നവരും യുവതിയുവാക്കളും ആ ദിവസത്തെ ദുരുപയോഗിച്ചു. പള്ളിയിൽ എത്തുന്നവരുടെ സംഖ്യ തുച്ഛം. മണിക്കൂറുകൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി പാപികളുടെ മാനസാന്തരത്തിനായി അച്ഛൻ പ്രാർത്ഥിച്ചു. വികാരിയച്ഛന്റെ പ്രാർത്ഥനയും സ്നേഹവും സ്വർഗത്തെ ആർസിലേക്ക് ഇറക്കി. പകലും രാത്രിയും നടന്ന കുമ്പസാരമാണ് ആർസിലെ വികാരിയുടെ വലിയ അത്ഭുതം. 20 വർഷത്തിനിടയിൽ 20 ലക്ഷം പേർ ആർസിലെത്തി കുമ്പസാരിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു. രാത്രികാലങ്ങളിൽ ദുഷ്ടാരൂപികൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്തുവാനും ഉപദ്രവിക്കുവാനും ഇടയായി. ശത്രുക്കളെ കീഴ്പ്പെടുത്തുവാൻ വിശുദ്ധന്റെ കരുത്തേറിയ 2 ആയുധങ്ങളായിരുന്നു ക്ഷമയും സഹനവും. ഫ്രഞ്ച് അധികാരികൾ അച്ഛന്റെ സേവനങ്ങൾ പരിഗണിച്ച് മാടമ്പി സ്ഥാനത്തേക്ക് ഉയർത്തി. സ്വർഗത്തിലെ പ്രതിഫലം മാത്രം ലക്ഷ്യമാക്കി ജീവിച്ച അച്ഛൻ മാടമ്പി സ്ഥാന ചിഹ്നമായ കുരിശ് ഒരിക്കലും അണിഞ്ഞില്ല. വിശ്രമമില്ലായ്മയും ഭക്ഷണക്കുറവും മൂലം ആരോഗ്യം ക്ഷയിച്ച് 73ാമത്തെ വയസ്സിൽ 1859 ഓഗസ്റ്റ് 4-ന് അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞു. 1925 മെയ് 31-ാം തീയതി 11ാം പിയൂസ് മാർപ്പാപ്പ ജോൺ മരിയ വിയാനിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി.
ഒരിടവക വികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മാതൃകാപരമായ സമർപ്പണവും കൂദാശകളോടുള്ള ഭക്തിയും ആഴമായ വിശ്വാസവും നിസ്വാർത്ഥ സേവനവും തീവ്രമായ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടുള്ള ജീവിതം പുരോഹിതന്മാർക്ക് ശക്തമായ ഒരു മാതൃകയായതിനാൽ വിശുദ്ധനെ പുരോഹിതരുടെ മധ്യസ്ഥനായി 1929 തിരഞ്ഞെടുത്തു. വിശുദ്ധന്റെ ശരീരഭാഗങ്ങളും ഹൃദയവും ഇന്നും അഴുകാതെ തിരുശേഷിപ്പായി സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ എല്ലാ വൈദികർക്കും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴത്തിൽ വളരുവാനും വിശ്വാസ സമൂഹത്തിന് ദൈവസ്നേഹം പൂർണ്ണതയിൽ പകർന്നു കൊടുക്കുവാനും പൗരോഹിത്യ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുവാനും ഈശോയെ പോലെ നല്ല ഇടയന്മാരാകാനും എല്ലാ വൈദികർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും വിശുദ്ധന്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു.